ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ കുറെ നേരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ വന്നിട്ട് എന്തെല്ലാമൊക്കെയോ നടപ്പാക്കി എന്നുള്ള ഗീർവാണം ഇവിടെ കുറെ നേരമായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികം. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചു തകർത്ത ഒരു പാർട്ടിയാണ് CPM എന്നുള്ളത് നമുക്ക് കാലങ്ങളായി അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ സഹകരണ മേഖലയിൽ ഒരു സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ, ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാനിരുന്നപ്പോൾ സമരം ചെയ്ത വ്യക്തിയാണ് ഈ പ്രകാശൻ മാസ്റ്റർ. ആ സമരം ചെയ്ത അന്നത്തെ സമരം, ആ സമരത്തിന് എതിരായി ശ്രീ MV രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി സമരം ചെയ്ത ഇവർ തന്നെ പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുകയും ആ മെഡിക്കൽ കോളേജ് പിന്നീട് എന്തായി എന്നുള്ളത് നമുക്കറിയാം. ആ സമരം നടത്തിയ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മകളെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്യാപിറ്റേഷൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിട്ടത് എന്നുള്ളതും ചരിത്രമാണ്. ഈ മുഖ്യമന്ത്രിയുടെ മകനെ മെർക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വിദേശ പഠനത്തിന് വിട്ടതും ആ കാലയളവിൽ തന്നെയായിരുന്നു എന്നുള്ളതും ചരിത്രമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പാലായിലെ പാതിരിമാർക്കും പാലക്കാട്ടെ പട്ടന്മാർക്കും സമസ്ത കേരള നായന്മാർക്കും കോഴിക്കോട്ടെ കോയമാർക്കും വിദ്യാഭ്യാസം കച്ചവടമാക്കിയ കേരള സർക്കാർ തുലയട്ടെ എന്ന് പറഞ്ഞ് സമരം നടത്തിയവരാണ് ഇവിടുത്തെ SFIക്കാർ. ഇവിടെ സമരം നടത്തി, വലിയ കോലാഹലങ്ങൾ നടത്തി, വണ്ടി കത്തിച്ചു, സമരം നടത്തി. 2006 ഇവിടെ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ ശ്രീ MA ബേബി എന്ന് രണ്ടാം മുണ്ടശ്ശേരി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ശ്രീ MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നപ്പോൾ നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൊടുത്തത് ആ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു. സമരം നടത്തിയത് ഇവർ തന്നെ, ഏറ്റവും കൂടുതൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം കൊടുത്തത് ഇവർ തന്നെ. ഇതൊരു തറ പരിപാടിയായി പോയി. ബെർക്കിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ മകനെ പറഞ്ഞുവിട്ട ശ്രീ പിണറായി വിജയൻ 2015 വിദേശ സർവകലാശാലകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ചർച്ച നടത്തിയപ്പോൾ കോവളത്ത് ശ്രീ TP ശ്രീനിവാസൻ എന്ന് പറയുന്ന നയതന്ത്രജ്ഞനെ SFIക്കാർ ചെകിട്ടിനിട്ടടിച്ചത് നമ്മൾ കണ്ടതാണ്. ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമായിരുന്നല്ലോ അന്ന് SFIക്കാർ പോയി അടിച്ചത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ 2023 ഞങ്ങൾ വീണ്ടും വിദേശ സർവകലാശാലകളുമായി ഇവിടെ ബന്ധം സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞ CPM എന്ന മുന്നണിയാണ് കേരളത്തിലുള്ളത്. ഉളുപ്പുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കിക്കോ, 14 യൂണിവേഴ്സിറ്റികൾ ഉള്ളതിൽ 13ലും വൈസ് ചാൻസലർമാരില്ലാത്ത, പെർമനന്റ് വൈസ് ചാൻസലർമാരില്ലാത്ത ഒരേ ഒരു നാടാണ് കേരളം. 65 ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉള്ളതിൽ 60ലും പ്രിൻസിപ്പാൾമാരില്ലാത്ത ഏക നാടാണ് കേരളം. ഈ കേരളത്തിൽ നിന്നാണ് ഇവർ ഇത്ര വലിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മേന്മ പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ +2 പാസ്സാകുന്ന 43% ആളുകളും ഇന്ന് കേരളത്തിൽ പഠിക്കാതെ പുറത്തേട്ട് പോകുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മേന്മ കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?